ഹായ് ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയിക്കൊണ്ട് ഞാൻ കുറച്ച് അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ഉടനെ, ജോലി കഴിഞ്ഞ് വന്ന ഉടനെ ആദ്യമേ തന്നെ നമ്മളൊരു കാപ്പി കുടിക്കും കേട്ടോ. കാപ്പി കുടിച്ചിട്ടാണ് നമ്മൾ ജോലിയിലേക്ക് കടക്കുന്നത്. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കേണ്ട ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ എല്ലാം പ്രിപ്പയർ ആയിട്ട് തന്നെ വരും. വന്നതിന് ശേഷം നമ്മൾ ആദ്യമേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോഴത്തേനും ഒരു കാപ്പി ആദ്യം കുടിക്കും കേട്ടോ. കാപ്പിയാണ് മസ്റ്റ്. കാരണം കോട്ടയംകാർക്ക് കാപ്പി ഇല്ലാണ്ട് പറ്റില്ല. കട്ടൻ ചായ കുടിക്കുന്നവർ വളരെ കുറവാണ്. കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കാപ്പിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കാപ്പി കുടിക്കാം നമുക്ക്. കാപ്പി എനിക്കിഷ്ടം കാപ്പിയാണ്. എന്ന് വെച്ച് കട്ടൻ ചായയും പാൽ ചായയും ഒന്നും കുടിക്കില്ല എന്നല്ല, അതെല്ലാം ഞാൻ കുടിക്കും കേട്ടോ. എന്നെ തിരിച്ച് കടിക്കാത്ത എന്ത് സാധനവും ഞാൻ കഴിക്കും. അപ്പോൾ നമ്മളിത് കുമ്പളങ്ങ കറി വെക്കാൻ പോകണം കേട്ടോ. കുമ്പളങ്ങ നാളത്തേക്കാണ് കറി വെക്കുന്നത്. അപ്പോൾ ഇന്നേ തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണേ. അപ്പോൾ കുമ്പളങ്ങയുടെ ഒരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ തൊലി അല്പം കട്ടി കൂടുതലാണേ. അതുകൊണ്ട് നടുവേ മുറിച്ചിട്ട് ഞാൻ ആദ്യം ഒന്ന് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റുമോ നോക്കി. പക്ഷേ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ കുരുവൊക്കെ എടുത്ത് മാറ്റി ഞാനൊരു പാത്രത്തിലേക്ക് അത് അരിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്തത് കേട്ടോ. വാഷ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടാണ് ഞാൻ അടുപ്പിൽ വെച്ച് വേവിച്ച് നല്ലോണം വെന്ത് വന്നപ്പോഴത്തേനാണ് ഞാൻ അതിനുള്ള അരപ്പ് റെഡിയാക്കിയത്. ഞാൻ തേങ്ങയും അതുപോലെ തന്നെ 2-3 മുളകും ഇട്ടിട്ട്, നമുക്ക് എരിവ് ആവശ്യത്തിന് വേണം കേട്ടോ. അപ്പം 2-3 മുളകും കൂടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളത് അരച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നേ. ജീരകം ഇട്ടിട്ട് നമ്മളത് അരച്ച് അത് നല്ലൊരു പാകമായി വന്നപ്പോഴത്തേനും നമ്മളതിനകത്തേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ തൈരും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേനും കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോഴത്തേനും നമ്മളത് മാറ്റിയിട്ട് പിന്നെ നമ്മളതിനകത്തേക്ക് കടുക് താളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുത്തപ്പോഴത്തേനും കുറച്ച് ക്ലോസ് ആയിട്ട് വെക്കാനായിട്ടുള്ളത് മറന്നുപോയി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ലോങ്ങിൽ കാണാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത, അതായത് റെസിപ്പി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഷോർട്സായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് കാണണം. അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് ആയത് കാരണം നമുക്ക് വ്യൂസൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2025 നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ കുറേ റീൽസും അതുപോലെ തന്നെ നമ്മൾ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ.
ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുമ്പളങ്ങ കറിയാണ്. അപ്പോൾ മത്തങ്ങ ആയാലും കുമ്പളങ്ങ ആണെങ്കിലും അതുപോലെ തന്നെ കാച്ചിൽ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കറി റെഡിയാക്കാൻ പറ്റുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക്